ലക്ഷം രൂപ ശമ്പളം മേടിച്ചിട്ട് ഇവർക്ക് ഈ കേരളത്തിലൂടെ നടക്കാൻ ഉളുപ്പില്ല. നാളെ നമ്മൾ കേരളത്തിലെ പൊതുസമൂഹം പറയണം, ഈ 10-20 PSC മെമ്പർമാർ പുറത്തിറങ്ങിയാൽ പറയണം, ദേ പോകുന്ന ഒരു PSC മെമ്പർ എന്ന് പറയണം. ഈ പാവപ്പെട്ടവനെ പട്ടിണിക്ക് ഇട്ടുകൊണ്ട് കൊള്ളയടിക്കുന്ന, ആ പണം കൈപ്പറ്റുന്ന, ഇത് വീണ്ടും വീണ്ടും കിട്ടിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ 3 ലക്ഷവും 4 ലക്ഷവുമായിട്ട് മേടിക്കാൻ ഉളുപ്പില്ലാത്ത ആളുകൾ. പ്രിൻസി കുര്യാക്കോസ് ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്നു. വരും കാലത്തെ ചെറുപ്പക്കാരൻ നയിക്കാൻ പോകുന്ന ഇവരെ പോലുള്ള ആളുകളാ. ഈ 4 ലക്ഷം രൂപ ശമ്പളം മേടിച്ചിട്ട് ഇവർക്ക് ഈ കേരളത്തിലൂടെ നടക്കാൻ ഉളുപ്പില്ലേ? പാവപ്പെട്ട മനുഷ്യർ സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് ഇതൊക്കെ പൊരിവെയിലത്തും സമരം ചെയ്യുന്നു. അവര് കഞ്ഞി വെച്ച് സമരം ചെയ്യുന്നു. കുറച്ചു കാലം മുമ്പല്ലേ PSCയുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട 10-14,000 ചെറുപ്പക്കാർ 62 ദിവസത്തെ സമരം അവസാനിപ്പിച്ച് പെരുമഴയത്ത് കണ്ണീർ മഴയുമായിട്ട് വീട്ടിലേക്ക് പോയത്. ആ ചെറുപ്പക്കാരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാത്ത ഈ 4 ലക്ഷം രൂപ ശമ്പളം മേടിച്ചിട്ട് ഇവർക്ക് ഈ കേരളത്തിലൂടെ നടക്കാൻ ഉളുപ്പില്ലേ? PSC ബോർഡ് ചെയർമാൻ കാറുണ്ട്, മറ്റുള്ളവർക്ക് കാറില്ലെന്ന്. അവർക്ക് ഓരോ കേരയിലും കൂടി കൊടുക്ക്, എല്ലാവരും വീട്ടിലേക്ക് ഓരോ കേരയിൽ ഇട്ട് കൊടുക്ക്. അപ്പൊ ആ സങ്കടങ്ങൾ മാറട്ടെ. ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് കൊള്ളയടിക്കാൻ വേണ്ടിട്ടാ. ഈ ബോർഡ് മെമ്പർമാരടക്കമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പാർട്ടി ലവി മേടിക്കുന്നുണ്ട്. ഇവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് പാർട്ടിക്ക് ഒരു വീതം കിട്ടുന്നുണ്ട്. പാർട്ടിക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂലി ഇത്രയും വർദ്ധിപ്പിക്കുന്നത്, ഇവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ പ്രമോദ് കോട്ടൂളിയെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ PC ചാക്കോയുടെ NCPയിലൊക്കെ പൊരിഞ്ഞ അടി നടക്കുന്നത് എന്തുകൊണ്ടാ? PSC ബോർഡ് മെമ്പർ സ്ഥാനം, PSC മെമ്പർ സ്ഥാനം ഈ പാർട്ടിയും ഇതിന്റെ ഘടകകക്ഷികളും തൂക്കി വെക്കുകയാണ്. കാരണം ഇത്രയും അധികം ശമ്പളം കിട്ടുന്ന ആരാ ഉള്ളേ? മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് 3-3.5 ലക്ഷം രൂപയ്ക്ക് ശമ്പളം സ്വപ്ന സുരേഷിന് PWCയുടെ ഭാഗമായിട്ട് കേരളത്തിന്റെ സെക്രട്ടറിയുടെ പ്രത്യേക താല്പര്യത്തിന് അനുവദിച്ചു കൊടുത്തു. ഇവിടെ സഖാക്കന്മാർക്ക് പണത്തോട് ആർത്തിയാണെന്ന് പറഞ്ഞത് ഞാനോ ഹാഷ്മിയോ ഈ ചർച്ചയിലിരിക്കുന്ന ആ പാവപ്പെട്ട ആശാവർക്കർ ഒന്നുമല്ല. MV ഗോവിന്ദൻ എന്ന് പറഞ്ഞ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പൊതുസമൂഹത്തോട് പറഞ്ഞത് സഖാക്കന്മാർക്ക് പണത്തോട് ആർത്തിയാണെന്ന്. വിജയൻ തൊട്ട് താഴെ തട്ടിലുള്ള മുഴുവൻ സഖാക്കന്മാരും ഈ പാവപ്പെട്ട മനുഷ്യരെ കൊള്ളയടിക്കുന്ന പൊരിഞ്ഞ ആർത്തിയിലാണ് നടക്കുന്നത്. ഒരു കാര്യം, കാരുണ്യ ചികിത്സാ പദ്ധതി നിലച്ചുപോയി, കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി നിലച്ചുപോയി, കാരുണ്യ ചികിത്സാ പദ്ധതി എന്നൊരു പദ്ധതി പോലുമില്ല, ലോട്ടറി അല്ലാതെ. അപ്പൊ പാവപ്പെട്ടവരുടെ കാരുണ്യമില്ലാത്ത സർക്കാരിന് KV തോമസിനോട് കാരുണ്യമുണ്ട്. സ്നേഹസ്പർശം എന്ന് പറഞ്ഞ പദ്ധതി ഇന്നില്ല, അതിന് പണം കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിലില്ല. പക്ഷേ PSC മെമ്പർമാരോട് പിണറായി വിജയന്, അദ്ദേഹത്തിന്റെ സർക്കാരിന് സ്നേഹമാണ്, സ്പർശമാണ്. അടുത്തത് ആശ്വാസകരണം ഇല്ല, എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ചികിത്സ ഇല്ല, ഹീമോഫീലിയൻ രോഗികൾക്കുള്ള ചികിത്സ ഇല്ല, കിടപ്പ് രോഗികൾക്കുള്ള ചികിത്സ ഇല്ല. ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാ. ഈ ബോർഡ് മെമ്പർമാരടക്കമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പാർട്ടി ലവി മേടിക്കുന്നുണ്ട്. ഇവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് പാർട്ടിക്ക് ഒരു വീതം കിട്ടുന്നുണ്ട്. പാർട്ടിക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂലി ഇത്രയും വർദ്ധിപ്പിക്കുന്നത്, ഇവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നത്.